voice of marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. പല റീറ്റെയിൽ ഷോപ്പും വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. എങ്കിലും അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. ആ പിടിച്ചു നിൽക്കുന്നത് അവരുടെ വ്യത്യസ്തമായ ക്വാളിറ്റി കൊണ്ടും വ്യത്യസ്തമായ അവരുടെ ഒരു റാപ്പോ കൊണ്ടൊക്കെയാണ്. പേയ്മെൻറ്റ് മാർക്കറ്റിൽ നിന്നും കിട്ടുന്നില്ല, കുറച്ച് പേയ്മെൻറ്റുകളെ കിട്ടുന്നുള്ളൂ. ആ പേയ്മെൻറ്റുകൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഓർഡറുകൾ തരുന്നു. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഡിസ്ട്രിബ്യൂട്ടറും കമ്പനിയും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതും മാറി വരും. ബെറ്ററായ ഒരു ബിസിനസ് സറൗണ്ടിങ് കേരളത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു മാറ്റം വരും. കസ്റ്റമർ റിലേഷൻ കുറച്ച് ബെറ്ററായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ഏത് രീതിയിലുള്ള കസ്റ്റമർ റിലേഷനാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു റീറ്റെയിൽ ഷോപ്പിൽ കയറി വരുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവിടെ ഒരു ഇക്വാളിറ്റി വേണം. മാവേലി നാട് വാണിടുംകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന പോലെ ആ ഒന്നുപോലെ എല്ലാ കസ്റ്റമറേയും കാണാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നേരി കണ്ടൊരു കാര്യമാണ്. വെൽ എഡ്യൂക്കേറ്റഡായ ഒരു ഫാമിലി പെട്ട ആളും വേറൊരാളും ഒരു മെയിൽ ആളും കയറി വരുന്നു. രണ്ടുപേരും കയറി വന്ന് ഓരോ പ്രോഡക്റ്റ് ചോദിക്കുന്നു. പ്രോഡക്റ്റ് ചോദിച്ച ശേഷം ഈ ഫീമെയിലിനെ അവർ പെട്ടെന്ന് കൺസിഡർ ചെയ്ത് എന്താ പ്രോഡക്റ്റ്, എന്താ വേണ്ട, എങ്ങനെ ചോദിക്കുന്നു. വേറെ 2 സ്റ്റാഫുകൾ അവിടെ നിൽക്കുന്നുണ്ട്. വേറെ 2 സ്റ്റാഫുകൾ ആ റീറ്റെയിൽ ഷോപ്പിലുണ്ട്. ഇത് കൂടാതെ ഓണറുണ്ട്. ഇവരെല്ലാവരും കൂടി ഈ ഫോക്കസ് ചെയ്യപ്പെടുന്നത് ഫീമെയിലായി നിൽക്കുന്ന അവരെ ഫോക്കസ് ചെയ്യപ്പെടുന്നു. ഇദ്ദേഹം ഇവിടെ കുറച്ച് നേരം നിന്നു, എന്തോ അവരുടെ അടുത്ത് ചോദിച്ചു. അവരത് കേൾക്കുന്നില്ല, പറഞ്ഞ കാര്യം കേൾക്കുന്നില്ല. ഇവരൊരു ചെറിയ ഐറ്റം വാങ്ങിക്കാൻ വന്നു, അവരൊരു വലിയ ഐറ്റം വാങ്ങിക്കാനാണ് വന്നത്. ആ മെയില് ഒരുപോലെ കസ്റ്റമറെ കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹം ആ ഷോപ്പിൽ നിന്നും ഇറങ്ങി അങ്ങ് പോയി. കുറച്ച് നേരം അയാൾ സഹിച്ചു. അതിനുശേഷം ആ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടന്നപ്പോൾ പരസ്പരം സ്റ്റാഫുകളും മുതലാളിയും നമ്മൾ നോക്കാൻ തുടങ്ങി. എന്താണ് അത് ആ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യാതിരുന്നേ എന്നുള്ളതായിരിക്കാം ആ നോട്ടത്തിൽ നിന്നിൻ്റെ സാരം. എന്തായാലും ആ കസ്റ്റമർ നഷ്ടപ്പെട്ടോ. നമ്മൾ കയറി വരുന്ന സ്റ്റാഫുകൾ ആരായാലും ഒരു മെയിലും ഫീമെയിലും പർച്ചേസ് ചെയ്യാൻ കയറി വന്നാൽ മെയിലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്, ഫീമെയിലിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. ഈക്വൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിങ്ങൾക്ക് സ്റ്റാഫുകൾ 4 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 2 ആൾക്കാർ ഈ മെയിൽ സ്റ്റാഫിനെയും 2 ആൾക്കാർ ഈ ഫീമെയിൽ സ്റ്റാഫിനെയും ശ്രദ്ധിച്ച് അവരുടെ 2 പ്രോബ്ലംസും അവരുടെ ആവശ്യം എന്താണെങ്കിലും അവരുടെ റിക്വയർമെൻറ്റ് നമുക്ക് ഫുൾഫില്ല് ചെയ്യാൻ സാധിക്കണം. കാരണം എല്ലാവരെയും ഓരോ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് മുരടിച്ചു പോവും. ഈ പറഞ്ഞ ആൾ ഇനി പിന്നെ ആ ഷോപ്പിലേക്ക് കയറി വരുമോ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഓരോ കാര്യങ്ങൾ പറയുന്നത് ഓരോ മനുഷ്യരുടെ എക്സ്പീരിയൻസുകളാണ്. ചില ആളുകൾക്കെങ്കിലും പറ്റിപ്പോവും. ഒരു ഷോപ്പിൻ്റെ ബിസിനസ് മുരടിച്ചു പോകാനുള്ള മറ്റൊരു കാര്യമാണ് നല്ല കസ്റ്റമറായിരിക്കാം. അവർ നല്ലപോലെ പേയ്മെൻറ്റ് നടത്തി നമ്മുടെ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ അവരായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, പിന്നെ അവരായിട്ടുള്ള റിലേഷൻ പോലും ഉണ്ടാവില്ല. അങ്ങനെ ആവാൻ പാടില്ല. ഒരു ഡയറിയിലെങ്കിലും അവരുടെ ഡേറ്റ തയ്യാറാക്കി വയ്ക്കുക. ഒരു ഡേറ്റ തയ്യാറാക്കി വെച്ച ശേഷം വാട്സപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും പുതിയതായി നിങ്ങൾ എടുക്കുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയുണ്ട്, പുതിയ പ്രോഡക്റ്റ് ഏതാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്, പുതിയ ബ്രാൻഡ് ഏതാണ് എടുത്തിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളൊരു വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്നിരുന്നല്ലോ ഒരു പുതിയ പ്രോഡക്റ്റ്, എങ്ങനെ കാണട്ടെ ഒന്ന്, ചിലപ്പോൾ ഫാമിലിയായിട്ട് വന്നിട്ടായിരിക്കും അത് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ നല്ല കസ്റ്റമറുടെ ഡേറ്റ തയ്യാറാക്കി അവരെ പുതിയ പ്രോഡക്റ്റുകൾ അറിയിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അറിയിക്കുന്നതിലൂടെ നിങ്ങളുടെ സെയിൽസ് ഗ്രോത്ത് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും ചെയ്യാതെ ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്തു പോയി, പിന്നെ അയാളായിട്ട് യാതൊരു റിലേഷനും ഇല്ല. ഒരു ഗ്രൂപ്പിലെങ്കിലും ആഡ് ചെയ്ത് നിങ്ങൾ എന്താണ് വിൽക്കപ്പെടുന്നത്, നിങ്ങൾ ജ്വല്ലറി ബിസിനസ്സാണ് ചെയ്യുന്നത്, ജ്വല്ലറി ഗോൾഡായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അയാളുടെ മൈൻഡ് സെറ്റിങ്സിൽ നിങ്ങളുടെ പിക്ചറൈസേഷൻ വരണം, നിങ്ങളുടെ വിഷ്വലൈസേഷൻ വരണം. പ്ലംബിംഗ് ആണെങ്കിൽ അങ്ങനെ വിഷ്വൽ ചെയ്യാൻ പറ്റണം, ഇലക്ട്രിക്കലാണെങ്കിൽ അങ്ങനെ വിഷ്വൽ ചെയ്യാൻ പറ്റണം, ഹോം അപ്ലയൻസ് ഷോറൂം ആണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ പെരുമാറ്റങ്ങൾ, ആറ്റിറ്റ്യൂഡുകൾ എല്ലാം അദ്ദേഹം വിഷ്വലൈസ് ചെയ്യും. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് ആ ഷോപ്പിലേക്ക് വിസിറ്റിംഗ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കണം. അതുകൊണ്ടൊക്കെ തന്നെ ഡേറ്റ കളക്ട് ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ സാരമായി ബാധിക്കും, അതിൻ്റെ ഗ്രോത്തിനെ തടയിടുന്നതാണ്. അതുകൊണ്ട് നല്ല കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ
ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്ത് വയ്ക്കുകയും അവരെ പുതിയ പ്രോഡക്റ്റ് അപ്ഡേഷൻ അറിയിക്കുകയും ചെയ്താൽ സെയിൽസ് ഗ്രോത്ത് ചെയ്യും. ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ നല്ല പെരുമാറ്റമാണ്. അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് സെയിൽസ് നടത്തുന്നതനുസരിച്ച് ചെറിയ ഒരു ഇൻസെൻറ്റീവ് കൂടി ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർ കൊടുക്കാൻ തയ്യാറായാൽ, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ സെയില് ഗ്രോത്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റീറ്റെയിൽ കുറേ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ്. സെയിൽസിൽ നിൽക്കുന്ന സ്റ്റാഫുകളെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. അവരുടെ അച്ചീവ്മെൻറ്റുകൾ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. ചെറിയ രീതിയിലുള്ള ഇൻസെൻറ്റീവുകൾ ആ ഷോപ്പിൻ്റെ ഓണർ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, കൊടുക്കണം. അങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യാൻ ആ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ പർച്ചേസ് ചെയ്യാതെ തിരിച്ചു പോവുകയാണെങ്കിൽ പോലും ഫോളോ അപ്പ് ചെയ്യാനുള്ള, സാർ ഇവിടെ പ്രോഡക്റ്റൊക്കെ വന്ന് കണ്ടിട്ട് പോയിരുന്നല്ലോ, സാറ് ഇങ്ങോട്ട് എന്നാണ് ഇനി പർച്ചേസ് ചെയ്യാൻ വരുന്നത്, അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാനുള്ള മനസാന്നിധ്യം ഈ സ്റ്റാഫുകൾക്ക് വളർത്തിയെടുക്കുക എന്നുള്ളത് ഈ ഇൻസെൻറ്റീവ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സെയിൽസ് സ്റ്റാഫിനെ സംബന്ധിച്ചുള്ളത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ബിസിനസ്സൊക്കെ വളരെയധികം ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എങ്ങനെ ഗ്രോത്ത് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും? വളരെയധികം ഇമ്പോർട്ടൻ്റായ റോള്, ഈ ഓണറെ പോലെ ഇമ്പോർട്ടൻ്റായ റോള് ഈ സെയിൽസിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്കുമുണ്ട്. ഈ ഫോളോ അപ്പ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് ഓൾറെഡി വാക്കിൻ എത്ര പേര് വാക്കിൻ ചെയ്തിട്ടുണ്ട് റീറ്റെയിൽ ഷോപ്പിലേക്ക്, ആ വാക്കിൻ ചെയ്തവരുടെ ഡേറ്റ കളക്ട് ചെയ്ത് വെക്കണം. സാർ പർച്ചേസ് ചെയ്തോ, ഒരു വേറെ ബ്രാൻഡുകൾ വന്നിട്ടുണ്ട്, സാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബ്രാൻഡുകൾ വന്നിട്ടുണ്ട്, നല്ലപോലെ അവരോട് പെരുമാറി അവരെ ഷോപ്പിലേക്ക് റീവിസിറ്റ് ചെയ്യിപ്പിച്ച് അവരെ കൺവേർട്ട് ചെയ്തെടുക്കാൻ കൗണ്ടറിൽ നിൽക്കുന്ന ഒരു റീറ്റെയിലർക്ക് സാധിക്കണം. ആ രീതിയിൽ ബിസിനസ് ഗ്രോത്ത് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ റീറ്റെയിൽ ബിസിനസ്സൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഭയങ്കരമായ ഒരു ട്രമൻഡസായ ഒരു ഡൗൺ ട്രെൻഡുകളും അപ്പ് ട്രെൻഡുകൾ അധികം വരുന്നില്ല, ഡൗൺ ട്രെൻഡിലേക്ക് പോവുകയും ഷോപ്പുകളൊക്കെ അടച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വളരെയധികം കഷ്ടപ്പാടോട് കൂടിയാണ് റീറ്റെയിലേഴ്സ് ഇന്ന് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ വളരെയധികം പെയിൻ എടുക്കുന്നുണ്ട്. ആ സ്റ്റാഫുകളെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ വളരെ പെയിൻ എടുക്കുന്നവരാണ് എല്ലാ റീറ്റെയിലേഴ്സും. നല്ല കസ്റ്റമർ റാപ്പോ ബിൽഡപ്പ് ചെയ്യുകയും സ്റ്റാഫുകളുടെ ഒരു ഒത്തൊരുമയോടുകൂടി തന്നെ മുന്നോട്ട് നമുക്ക് പോകണം. നെക്സ്റ്റ് എപ്പിസോഡിൽ റീറ്റെയിൽ ബിസിനസ് ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഇഷ്യൂകളെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു, ആ ഇഷ്യൂകളെ എങ്ങനെ നമുക്ക് തരണം ചെയ്ത് ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിലേക്ക് അടുത്ത സൺഡേ നമുക്ക് കയറാം. ഓൾ ദ ബെസ്റ്റ്.